നിങ്ങൾ 4 കൊല്ലത്തോളം മീൻസ് മൗണ്ടൻ വ്യൂ, സിലിക്കൺ വാലി, അതിന്റെ നടുവിൽ പോയി നിന്നു. അതെ, റൈറ്റ് ബൈ ദ മദർഷിപ്പ് എന്ന് പറയുന്ന പോലെ, നേരെ മൂട്ടില്. ഓക്കെ, അവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് ലേണിങ്സ് നടത്തി. Then what happened after that? സോ ഞാനൊരു ഓൾമോസ്റ്റ് എല്ലാം കൂടി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 9-10 years അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇതേപോലെ ഭയങ്കര ഒരു ജേർണി ആയിരുന്നു, എക്സ്പോഷർ ആയിരുന്നു, പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു, പല ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, ഒരു വീട്ടിൽ തിരിച്ചു വരുമ്പോഴേക്കും ഒരു ലോൺലി ഫീലിംഗ് വരും. ബിക്കോസ് യു ആർ എന്താ പറയുക, ഒരു അലോൺ ഇൻ ദ ക്രൗഡ് എന്നൊക്കെ പറയുന്ന പോലെ. അത് ചിലപ്പോൾ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കാം, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാനൊന്നും കഴിയില്ല. എനിക്ക് പക്ഷെ ഉണ്ടായി. കാരണം എനിക്ക് എപ്പോഴും തിരിച്ച് നാട്ടിലോട്ട് വരണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഉണ്ട്. ഇവിടുത്തെ വ്ളോഗേഴ്സ് മറ്റേ നാടൻ സാധനങ്ങളുടെയൊക്കെ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്കിത് കാണുമ്പോൾ എക്സ്പീരിയൻസ് മിസ്സാവുന്നുണ്ടല്ലോ എന്നുള്ളത്. മേ ബി ബിക്കോസ് ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നതൊക്കെ, അതുകൊണ്ടായിരിക്കാം. എന്റെ കൂടെ തന്നെയാണ് ഫ്രം ഡേ വൺ. ഞാൻ എവിടെ പോയാലും ഫാമിലിനും കൂട്ടിയിട്ടാണ് പോലെ. അത് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് നമുക്കൊരു ലോസ്റ്റ് ഫീലിംഗ് വരും. ബിക്കോസ് യുവർ പീപ്പിൾ ആർ ബാക്ക് ഹോം. അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ആക്സെന്റ് പെട്ടെന്നൊന്ന് മാറും. നമ്മൾ ടങ് കൂടുതൽ റോൾ ചെയ്യാൻ തുടങ്ങും. ഒരു ഫേക്ക് ആക്സെന്റ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നമുക്ക് തന്നെ തോന്നും. യു ഹാവ് ടു ബ്ലെൻഡ് ഇൻ അല്ലേ. അപ്പൊ ഇത് കുറെ നാൾ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും നമുക്കൊരു ബോറടിക്കലോ അല്ലെങ്കിൽ ഒരു ഏലിയൻ ഫീലിംഗ് ഒക്കെ വരും.